الرحمن الرحيم ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين صدق الله العظيم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടത്തെ പൂർണ്ണമായും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് ഈ ഭൗതിക ലോകത്ത് ഒരു കുറഞ്ഞ ജീവിതം അനുവദിച്ചിരിക്കുകയാണ്. മരണത്തോടെ ഒരിക്കലും അവസാനിക്കാത്ത അനന്തവും അനശ്വരവുമായ ഒരു ജീവിതം നമ്മുടെ മുന്നിൽ വരാനിരിക്കുകയാണ്. ആ ജീവിതത്തിന് വേണ്ടുന്ന സാധന സാമഗ്രികൾ ഒരുക്കാൻ വേണ്ടിയാണ് അല്ലാഹു ഭൗതിക ലോകത്ത് നമുക്ക് ജീവിതം അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും എല്ലാ സന്ദർഭത്തിലും മരണത്തോടെ വരാനിരിക്കുന്ന അനശ്വരമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനു വേണ്ടുന്ന സാധന സാമഗ്രികൾ ശേഖരിക്കുകയും ചെയ്യണം. മരണത്തോടെ വരാനിരിക്കുന്ന പാരത്രിക ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണ്? ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. നാം ഒരുമിച്ച് കൂട്ടിവെച്ചിരിക്കുന്ന സമ്പത്തോ നാം വല്ലാതെ സ്നേഹിക്കുന്ന സന്താനങ്ങളോ മരണത്തോടെ വരാനിരിക്കുന്ന പാരത്രിക ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുകയില്ല. നേരെ മറിച്ച് പാരത്രിക ലോകത്തിൽ നമുക്ക് ഉപകരിക്കുന്നത് ഈമാനും അമലു സാലിഹാത്തുമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിൽ അറിയിക്കുന്നുണ്ട്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. തീർച്ചയായും ഹൃദയത്തിൽ സത്യവിശ്വാസവും ജീവിതത്തിൽ അമല സാലിഹാത്ത് നേടിയെടുത്തവർ കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, അവർക്ക് ഫിർദൗസ് എന്ന അനന്തരമായ സ്വർഗത്തിൽ പ്രവേശനമുണ്ട്. ഖാലിദീന ഫീഹാ, ആ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ അവർ എന്നെന്നും കഴിഞ്ഞുകൂടും. ലാ യബ്ഗൂന അൻഹാ ഹിവലാ, എന്നാൽ അവിടുത്തെ ഖുലൂദ്, അവിടുത്തെ അനശ്വരതയുടെ പേരിൽ ഹൃദയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നിരാശയോ അസ്വസ്ഥതയോ അസ്വാര്യങ്ങളോ മടുപ്പോ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ ആ സ്വർഗീയ അനുഗ്രഹത്തിൽ നിന്ന് നീങ്ങിപ്പോകാൻ ആരും ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് ആ സ്വർഗം നാം നേടിയെടുക്കേണ്ടുന്നത് ഭൗതിക ജീവിതത്തിലെ ഈമാനിന്റെയും അമല് സാലിഹാത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ ആദ്യമായി അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയും വിശ്വാസവും അവന്റെ ഏകത്വവും ഹൃദയത്തിൽ സ്ഥാപിച്ചെടുക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് പ്രാപിക്കാൻ അനിവാര്യമായ അവന്റെ അത്ഭുതകരമായ സൃഷ്ടിവൈഭവങ്ങളെ വല്ലാതെ വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദീഹിയാണ്. എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പര്യാപ്തമായ നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മനസ്സിലാക്കുന്നതിന് വേണ്ടുന്ന വ്യവസ്ഥകൾ സംവിധാനിച്ചിരിക്കുന്നത്. നമ്മൾ ദിനംപ്രതി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലങ്കഷമായി ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ് വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽആലിമീൻ. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു ഉണ്ട് എന്നും അവൻ ഏകനാണെന്നും വിളിച്ചറിയിക്കുന്ന അടയാളങ്ങൾ, തെളിവുകൾ.
ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. ഇന്ന് ലോകത്ത് ആരെങ്കിലും വാദിച്ചിട്ടുണ്ടോ ഞാനാണ് ആകാശത്തെ സൃഷ്ടിച്ചത് എന്ന്? ലോകത്ത് ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ വാദിച്ചിട്ടുണ്ടോ ഞാൻ ഉണ്ടാക്കിയ ടെക്നോളജി, സാങ്കേതിക വിദ്യയാണ് ഭൂമിയെ പടച്ചത് എന്ന്? ആകാശത്തെയും ഭൂമിയെയും അല്ലാഹു മാത്രമാണ് പടച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഭാഷയും നിങ്ങളുടെ നിറവും വ്യത്യസ്തമായി എന്നതും അല്ലാഹു ഉണ്ട് എന്നതിലേക്കുള്ള തെളിവാണ്. ലോകത്ത് എത്രയോ രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ അധിവസിക്കുന്ന ജനങ്ങൾ വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്നു അല്ലേ? ഒരേ അളവിലുള്ള നാവിൽ നിന്ന് ഇംഗ്ലീഷ്, അറബി, കന്നഡ, ഉറുദു, തെലുങ്ക്, മലയാളം ഇങ്ങനെ വിഭിന്നമായ ഭാഷകൾ പുറത്തേക്ക് വരികയാണ്. ഇത് അല്ലാഹു ഉണ്ട് എന്നും അവൻ ഏകനാണെന്നും വിളിച്ചറിയിക്കുന്ന മഹാസത്യമാണ്. ഈ കൊച്ചു കേരളക്കരയിൽ താമസിക്കുന്ന നമ്മൾ തന്നെ മലയാള ഭാഷയെക്കുറിച്ച് നാം കുലങ്കശമായി ചിന്തിക്കുന്നു എങ്കിൽ അതിൽ തന്നെ എത്രയോ വ്യതിരക്തതകളും വ്യത്യാസങ്ങളും കാണാൻ കഴിയും. തെക്കും വടക്കും തമ്മിൽ എത്രയോ ഭാഷാ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും കാണാൻ കഴിയും. കണ്ണൂര് മദീന പള്ളിയിലെ ഒരു തൊടുപുഴക്കാരനായ ആള് ക്ലീനിങ്ങിന് വേണ്ടി വന്നു. അയാൾക്കന്ന് 45 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ ആ പള്ളിയുടെ ചുമതലപ്പെട്ട ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ ഇശ കഴിഞ്ഞാൽ ഈ ക്യാൻറ്റീനിൽ പോയി ഇവിടുത്തെ വേസ്റ്റും മറ്റുമൊക്കെ എടുത്ത് റോഡിന്റെ ഇന്ന സൈഡിൽ പോയി ചാടണം. അപ്പൊ അദ്ദേഹം ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി, 45 വയസ്സുകാരനായ ഞാൻ പാതിരാത്രി സമയത്ത് ഈ വേസ്റ്റും എടുത്തുകൊണ്ട് റോഡിന്റെ അടിയിൽ പോയി ചാടിക്കഴിഞ്ഞാല് എന്റെ കാലൊടിയത്തില്ലേ? ചാടുക എന്ന് പറഞ്ഞ അവരുദ്ദേശിച്ചത് കളയുക എന്നതാണ്. സാധനങ്ങളെ കളയുന്നതിന് അവര് പറയുന്ന ഭാഷ ചാടുക എന്നാണ്. നമ്മളിവിടെ ചാടുക എന്നതിന് അവര് പറയുന്ന തുള്ളുക എന്നതാണ്. അപ്പൊ ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന, ഒരു ഭാഷ സംസാരിക്കുന്ന നമ്മുടെ ഇടയിൽ ആ ഭാഷാ വ്യതിയാനങ്ങൾ എത്രയോ ഭയങ്കരമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ ഭാഷകൾ മനുഷ്യൻ സംസാരിക്കുന്നു എന്നതും അല്ലാഹു ഉണ്ട് എന്നതിനുള്ള വ്യക്തമായ തെളിവാണ്. നിങ്ങളുടെ രൂപലാവണ്യങ്ങൾ വ്യത്യസ്തമായി എന്നതും. ഇന്ന് ലോകത്ത് 800 കോടി മനുഷ്യരുണ്ട് എങ്കിൽ ഈ 800 കോടി മനുഷ്യർക്കും 800 കോടി ഡിസൈനുകളാണ്. ഇതാരാണ് നൽകിയിരിക്കുന്നത്? അല്ലാഹു ആണ് നൽകിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബികൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ സമൂഹമേ, മാന്യനായ നിന്റെ രക്ഷിതാവിന്റെ വിഷയത്തിൽ നിന്റെ വഞ്ചനയിലാക്കി കളഞ്ഞ കാര്യം എന്താണ്? എന്തുകൊണ്ട് നീ അവന്റെ ഏകത്വം അംഗീകരിക്കുന്നില്ല? എന്തുകൊണ്ട് അവന് നന്ദിയുള്ള ദാസനാകുന്നില്ല? എന്തുകൊണ്ട് നീ നന്ദി കെട്ടവനായി പോയി? എന്തുകൊണ്ട് നീ നിഷേധിയായി പോയി? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, അവനാണ് നിന്നെ പടച്ചവൻ, അവനാണ് നിന്നെ സംവിധാനിച്ചവൻ, അവനാണ് ചൊവ്വായ രൂപത്തിൽ നിന്നെ കോർത്തിളക്കിയവൻ. ഗർഭാശയത്തിൽ വെച്ചവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിന്നെ കോർത്തിണക്കിയവനാണ് അല്ലാഹു. നമുക്ക് വ്യത്യസ്തമായ സൂറത്തുകൾ രൂപം നൽകിയവൻ അല്ലാഹുവാണ്. രൂപങ്ങൾ വ്യത്യസ്തമായി എന്നതും അല്ലാഹു ഉണ്ട് എന്നും അവൻ ഏകനാണ് എന്നതിനുമുള്ള വ്യക്തമായ തെളിവാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലിമീൻ. വിവരമുള്ളവർക്കാണ് ഇതിൽ ദൃഷ്ടാന്തമുള്ളത്. വിവരമുള്ളവർക്കാണ് അല്ലാഹു ഉണ്ട് എന്നതിനുള്ള അടയാളവും സൂചനയും ഇതിൽ നിന്ന് ലഭ്യമാകുന്നത്. ബൃഹത്തായി ഭൂമിയെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും നാം ചിന്തിക്കുന്നു എങ്കിൽ നമ്മുടെ ഹൃദയം അറിയാതെ അല്ലാഹുവിലേക്ക് ചെന്നണയണം. കേവലം ബാഹ്യമായ മെറ്റീരിയലുകൾ, പദാർത്ഥങ്ങളിൽ മാത്രം നാം പരിമിതമാക്കേണ്ടവരല്ല നമ്മുടെ മസ്തിഷ്കത്തെയും ബുദ്ധിയെയും.
നേരെ മറിച്ച് ഈ പദാർത്ഥങ്ങളെ, ഈ മെറ്റീരിയലുകളെ, ഈ ഭൂമിയെയും ഈ ആകാശത്തെയും സൃഷ്ടിച്ചവൻ ആരാണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും അവന്റെ മഹത്വം ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്യണം. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയോട് അല്ലാഹു ആരാണ് എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ചിലർ സമീപിച്ചു. അല്ലാഹുവിന്റെ അസ്തിത്വം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മുന്നിൽ സമർപ്പിച്ചത് ഒരു വൃക്ഷത്തിന്റെ ഇലയെയാണ്. ഒരു വൃക്ഷത്തിന്റെ ഇല ഭക്ഷിക്കുന്ന ചെമ്മരിയാട് അതിന് പകരമായി പാല് നൽകുന്നു. അതേ വൃക്ഷത്തിന്റെ ഇല ഭക്ഷിക്കുന്ന കസ്തൂരിമാൻ കസ്തൂരി തൈലം നൽകുന്നു. അതേ വൃക്ഷത്തിന്റെ ഇല ഭക്ഷിക്കുന്ന പട്ടുനൂൽ പുഴു പട്ടുനൂൽ നൽകുന്നു. വിസ്മയകരമായി മാറ്റത്തിന് പിന്നിൽ ഒരു അദൃശ്യ ശക്തിയുടെ പ്രവർത്തനം നടന്നു എന്ന് ഏത് ബുദ്ധിയാണ് വിസമ്മതിക്കുന്നത്? ആ അദൃശ്യ ശക്തിയുടെ പേരാണ്, എല്ലാരും പറയും, അല്ലാഹ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചതൊരു കോഴിമുട്ടയാണ്. നയന മനോഹരമായ ഒരു ഗോളം. അതിന്റെ ഉള്ളിലുള്ള ലായനിയിൽ നിന്ന് പപ്പും പൂടയും കൈകാലുകളും ഉടലുകളുമുള്ള ഒരു ജീവി ജന്മമെടുക്കുകയും കാലപരിധി പൂർത്തിയാകുമ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് വിരിഞ്ഞു വരികയും ചെയ്യുന്നു. കോഴിമുട്ടയുടെ ഉള്ളിൽ കോഴിക്കുഞ്ഞിന് ജന്മം നൽകിയതാരാണ്? കാലപരിധി പൂർത്തിയാകുമ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് അതിനെ വിരിയിച്ചു കൊണ്ടുവന്നതാരാണ്? തീർച്ചയായും അതിന്റെ പിന്നിൽ ഒരു അദൃശ്യ ശക്തിയുടെ പ്രവർത്തനം നടന്നിട്ടുണ്ട്. ആ അദൃശ്യ ശക്തിയുടെ പേരാണ് അല്ലാഹ്. അല്ലാമ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ ഒരു നിരീശ്വരവാദിയുടെ കഥ എഴുതുന്നുണ്ട്. അല്ലാഹു ഇല്ല എന്ന് വാദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിച്ച് കഴിഞ്ഞുകൂടിയ ഒരു നിരീശ്വരവാദി വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനുഷ്യരുടെ കാൽപാദങ്ങളുടെ അടയാളങ്ങളും ഒട്ടകങ്ങളുടെയും ആടുകളുടെയും കാഷ്ടവും കാണാനിടയായി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മസ്തിഷ്കം മന്ത്രിച്ചു. ഇതിലൂടെ മനുഷ്യരും ആടുകളും ഒട്ടകങ്ങളും നടന്നു പോയിട്ടുണ്ട്. ശേഷം അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിന്റെ ദിശ ശരിയായ വഴിയിലേക്ക് ഗമിക്കുകയായിരുന്നു. ഈ ചെറിയ ചെറിയ അടയാളങ്ങൾ ഇതിലൂടെ മനുഷ്യരും ആടുകളും ഒട്ടകങ്ങളും നടന്നു എന്നതിന് തെളിവാകാമെങ്കിൽ ബൃഹത്തായി ഭൂമി, താരനിബിഡമായ നീലാകാശം, തിരതല്ലുന്ന സമുദ്രം, ഇതൊക്കെ ഇതിനൊരു സൃഷ്ടാവുള്ളതിലേക്കുള്ള വ്യക്തമായ തെളിവല്ലേ എന്ന് ചിന്തിച്ച അദ്ദേഹം നിരീശ്വരവാദത്തിന്റെ ഇരുളുകളിൽ നിന്ന് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വരികയായിരുന്നു. ഈ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏത് നിഷേധിയും ഏത് നിരീശ്വരവാദിയും അറിയാതെ അല്ലാഹു ഉണ്ട് എന്ന് അംഗീകരിക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അത്ഭുതകരമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും സംവിധാനത്തെ കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ അവന്റെ അത്ഭുതകരമായ കുറേ സൃഷ്ടിവൈഭവങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാത്രിയും പകലും മാറി മറിഞ്ഞു വരുന്നതിലുണ്ട്. വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന സാധനങ്ങളെയും വഹിച്ചുകൊണ്ട് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് നീങ്ങുന്ന കപ്പലിലുണ്ട്. അത്ഭുതകരമാണ് കപ്പലിന്റെ യാത്ര. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന കപ്പൽ അറേബ്യൻ സീയാണ്. ഞങ്ങളൊരിക്കല് കൊച്ചിയിൽ നിന്ന് മിനിക്കോയ് ദ്വീപിൽ പോയി. ആ കപ്പൽ കൊച്ചിയിൽ നിന്ന്, കൊച്ചി തുറമുഖത്ത് നിന്ന് വൈകുന്നേരം 6 മണിക്ക് തിരിച്ചു. പിറ്റേന്ന് പ്രഭാതത്ത് 6 മണിയായപ്പോൾ മിനിക്കോയ് ദ്വീപിലെത്തി. 12 മണിക്കൂർ എടുത്തു കൊച്ചിയിൽ നിന്ന് മിനിക്കോയ് ദ്വീപ് വരെ. ആ കപ്പലിൽ രാത്രിയായപ്പോൾ ഞങ്ങൾ മുകളിൽ പോയി കപ്പിത്താനോട് ചോദിച്ചു, എങ്ങനെയാണ് 12 മണിക്കൂർ കൊണ്ട് നിങ്ങൾ കൊച്ചിയിൽ നിന്ന് മിനിക്കോയ് ദ്വീപിലേക്ക് കപ്പലിനെ എത്തിക്കുന്നത്?
അദ്ദേഹം പറയുകയുണ്ടായി, കാറ്റിന്റെ ഗതികൾ അനുകൂലമാക്കുന്നതിന് വേണ്ടുന്ന സാങ്കേതിക വിദ്യകളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ 12 മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കേണ്ടുന്നവൻ ആകാശത്തിൽ ഇരിക്കുന്നവനാണ്. അമുസ്ലിമായ സഹോദരന് വരെയും അറിയാം, യഥാർത്ഥത്തിൽ സമുദ്രത്തിലൂടെ നീങ്ങുന്ന ഈ കപ്പലിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കേണ്ടുന്നത് അല്ലാഹുവാണ്. ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന സാധനങ്ങളെയും വഹിച്ചുകൊണ്ട് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് നീങ്ങുന്ന കപ്പൽ. യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ കപ്പൽ എത്ര ഫെസിലിറ്റി ഉള്ള വാഹനം, എന്നാൽ അതിനകത്തിരുന്ന് കഴിഞ്ഞാൽ ചലിക്കുന്നത് അറിയത്തില്ല. ഞങ്ങളൊരു 9 വർഷം മുമ്പ് ന്യൂസിലാൻഡിൽ പോയി. ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഐലൻഡുകളാണ്, 2 ദ്വീപുകളാണ്. ഒന്ന് നോർത്ത് ഐലൻഡ്, 2 സൗത്ത് ഐലൻഡ്. നോർത്ത് ഐലൻഡിലാണ് ഓക്ക്ലൻഡ്. ഇന്ന് ലോകത്ത് ജനങ്ങൾക്ക് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശമായി ലോകം കണ്ടെത്തിയിരിക്കുന്ന ന്യൂസിലാൻഡിന്റെ ഓക്ക്ലൻഡ് എന്ന് പറയുന്ന പ്രവിശ്യയാണ്. നോർത്ത് ഐലൻഡിൽ ഓക്ക്ലൻഡ്, ഹാമിൽട്ടൺ, ന്യൂസിലാൻഡിന്റെ തലസ്ഥാന നഗരിയായ വെല്ലിംഗ്ടൺ. സൗത്ത് ഐലൻഡിലാണ് ക്രൈസ്റ്റ് ചർച്ച്. നിങ്ങൾ എല്ലാവരും ഒരു 1.5 വർഷം മുമ്പ് കേട്ട ഒരു വിവാദ സംഭവമാണ്. ഒരു ജുമാ ദിവസം ക്രൈസ്റ്റ് ചർച്ചിൽ 100 മസ്ജിദിൽ വെടിവെപ്പ് നടത്തി 49ഓളം മുസ്ലിമീങ്ങൾ മരണപ്പെട്ട ഒരു സംഭവം. നിങ്ങൾ ആ പള്ളിയിലുണ്ടായിരുന്നു. ഒരു പെരുന്നാൾ ആ പള്ളിയിലാണ് കൂടിയത്. ക്രൈസ്റ്റ് ചർച്ച് ഡണ്ണിഡൺ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇൻവർഗാർഗിൽ വിശുദ്ധ കഅബ ഭൂമിയുടെ മധ്യഭാഗത്താണെങ്കിൽ ആ കഅബയിൽ നിന്ന് ഏറ്റവും വിദൂരത്തുള്ള പള്ളി ന്യൂസിലാൻഡിലെ ഇൻവർഗാർഗിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പള്ളിയാണ്. ഇപ്പൊ നോർത്ത് ഐലൻഡിൽ നിന്ന് സൗത്ത് ഐലൻഡിലേക്ക് ഞങ്ങൾ പോയത് ഒരു കപ്പലിലാണ്. ഇപ്പൊ എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള വാഹനം ആ കപ്പലിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് പാർക്ക് ചെയ്യുന്നത്. അത്രയും ഫെസിലിറ്റിയുള്ള കപ്പൽ. അത് കഴിഞ്ഞിട്ട് 1ാമത്തെ നിലയിൽ 2ാമത്തെ നിലയിൽ ജനങ്ങൾക്ക് സ്വൈര്യമായിരിക്കാം. നമ്മൾ വീട്ടിലിരിക്കുന്നത് പോലെ തന്നെയാണ്. നല്ല സൗകര്യങ്ങളുള്ള, നല്ല സോഫയും മറ്റും ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല ഹോട്ടലുണ്ട്, നല്ല ബേക്കറി ഉണ്ട്, കളിക്കാനുള്ള കോർട്ടുണ്ട്. സമുദ്രത്തിലൂടെ ആ കപ്പൽ സഞ്ചരിക്കുന്നത് ആടി ഉലയുന്ന ഒരു അനുഭൂതി പോലും നമുക്ക് അതിന്റെ അകത്തിരിക്കുമ്പോൾ അനുഭവപ്പെടുകയും. അത്രയും സൗകര്യപ്രദമായ രീതിയിലാണ് കപ്പൽ അവർ നിർമ്മിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന സാധനങ്ങളെയും വഹിച്ചുകൊണ്ട് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് നീങ്ങുന്ന കപ്പൽ. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നാം വർഷിപ്പിക്കുന്ന മഴ, ആ മഴയിലൂടെ നിർജീവമായ ഭൂമി സജീവമാകുകയാണ്. ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിച്ച് വിധാനിച്ചിരിക്കുന്ന ജന്തുക്കൾ. ആകാശഭൂമികളുടെ ഇടയിൽ നിയന്ത്രിച്ച് നിർത്തപ്പെടുന്ന മേഘം. ഈ കാറ്റിന്റെ ഗതിമാറ്റം. ഈ പറഞ്ഞ അള്ളാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിവൈഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, ചിന്തിക്കുന്ന ജനസമൂഹത്തിന് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹ് ഉണ്ട് എന്നും അല്ലാഹ് ഏകനാണെന്നും വിളിച്ചറിയിക്കുന്ന മഹാസത്യമാണ് ഈ പ്രപഞ്ചം. ഇതെങ്ങനെ സ്വന്തം ഉണ്ടായി എന്ന് വാദിക്കുന്നു? സ്വന്തം ഇതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഏത് യുക്തിയാണ് അംഗീകരിക്കുന്നത്? അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി ഖലീഫ മൻസൂറിന്റെ കാലം, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കാലമായിരുന്നു. കൂഫയിൽ ഒരു നിരീശ്വരവാദി വന്നിട്ട് പറയുകയുണ്ടായി, ഞാൻ അബൂ ഹനീഫയോട് തർക്കിക്കാൻ ആഗ്രഹിക്കുകയാണ്. അബൂ മൻസൂർ വലിയൊരു സ്റ്റേജ് ഒരുക്കി കൊടുത്തു. ധാരാളം മുസ്ലിമീങ്ങളും യുക്തിവാദികളും നിരീശ്വരവാദികളും ഒരുമിച്ച് കൂടി. യുക്തിവാദിയാണെങ്കിൽ അസറിന്റെ സമയമായപ്പോ തന്നെ സ്റ്റേജിലെത്തി. അബൂ ഹനീഫയെ കാണുന്നില്ല. മഗ്രിബായി, ഇശായായി, പാതിരാത്രിയായപ്പോ അബൂ ഹനീഫ വരികയാണ്. ജനങ്ങൾ എല്ലാവരും ആകാംക്ഷഭരിതരായി കാത്തു നിന്നപ്പോ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞു, എന്നെ നിങ്ങൾ ആരും ആക്ഷേപിക്കരുത്, എന്നോട് ദേഷ്യവും അരിശവും തോന്നരുത്. ഞാൻ ഇത്രയും പിന്താനുള്ള കാരണം ആദ്യം ഒന്ന് വിവരിച്ചിട്ട് നമുക്ക് മുനാദറ തുടങ്ങാം, സംവാദം തുടങ്ങാം.
അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ പറയുകയുണ്ടായി, ഞാനിങ്ങനെ ഒരു പുഴ കടന്നു വേണം ഇവിടെ എത്തേണ്ടിയിരുന്നത്. ആ പുഴയുടെ കരയിലെത്തിയപ്പോൾ എല്ലാ തോണിയും കരയ്ക്ക് അടുപ്പിച്ചു കഴിഞ്ഞു. ഞാൻ കുറേ നേരം ആകാംക്ഷാഭരിതനായി തോണിയെ പ്രതീക്ഷിച്ചിരുന്നു. തോണിയൊന്നും കാണുന്നില്ല. അവസാനം എന്റെ വിഷമവും എന്റെ പ്രയാസവും മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒരു വലിയ വടവൃക്ഷം ഭൂമിയിൽ നിന്ന് അങ്ങനെ തന്നെ പിഴുതെന്റെ മുന്നിൽ വന്നു. അത് സ്വന്തമായി തന്നെ തടിക്കഷണമായി, ആ തടിക്കഷണങ്ങളിൽ നിന്ന് സ്വന്തമായി പലക കഷണങ്ങൾ ഉണ്ടായി. ആ പലക കഷണങ്ങളിൽ നിന്ന് സ്വന്തമായി ഒരു തോണി രൂപാന്തരപ്പെട്ടു വന്നു. ആ തോണിയിൽ ഞാൻ കയറിയിരുന്നപ്പോൾ ആരും തുഴയാതെ സ്വന്തമായി അത് സഞ്ചരിച്ചെന്നെ മറുകരയിൽ എത്തിച്ചു. എന്നെ കൊണ്ടുവന്നാക്കിയിട്ട് മടങ്ങി അങ്ങനെ തന്നെ പോയി. പഴയതുപോലെ പലയായി തടക കഷണമായി, പിന്നീട് അത് വടവൃക്ഷമായി, അത് ഭൂമിയിൽ അങ്ങനെ തന്നെ സ്ഥാപിക്കപ്പെട്ടു. യുക്തിവാദി എഴുന്നേറ്റ് എന്നിട്ട് പറയുകയുണ്ട്, നിങ്ങൾ കേട്ടില്ല, ഇത്രയും പമ്പര വിഡ്ഢിയാണ് എൻ്റെ അടുക്കൽ തർക്കിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇയാൾ പറയാണ് ഒരു വൃക്ഷം സ്വന്തമായി തടിക്കഷനായി, ആ തടിക്കഷണം സ്വന്തമായി പലകഷണമായി, ആ പലകഷണം സ്വന്തമായി തോണിയായി, ആ തോണി സ്വന്തമായി ഇയാൾ ഇവിടെ ഒന്ന് കൊണ്ടുവന്ന് വിട്ടെന്നാ പറയുന്നത്. എത്ര വലിയ വിഡ്ഢിത്തമാണ്. അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ എഴുന്നേറ്റ് എന്ന് പറയുകയുണ്ടായി, ഇദ്ദേഹത്തിന്റെ വാദപ്രകാരം ഒരു വൃക്ഷം സ്വന്തമായി തടിക്കഷണമാകില്ല, ഒരു തടിക്കഷണം സ്വന്തമായി പലക കഷണമാകില്ല, ഒരു പലക കഷണങ്ങൾ സ്വന്തമായി തോണിയാകില്ല, തോണി സ്വന്തമായി യാത്ര ചെയ്തു വരില്ല എങ്കിൽ ഈ ബൃഹത്തായ ഭൂമി സ്വന്തമായി ഉണ്ടായി, ഈ ആകാശം സ്വന്തമായി ഉണ്ടായി, സൂര്യൻ സ്വന്തമായി ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു എന്ന വാദം എത്ര യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. ഉപഭോഹിത്തല്ലധികം ആ നിരീശ്വരവാദി അപ്പോഴും തന്നെ പരാജയം സംഭവിച്ചു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിലേക്ക് എത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, തഫക്കറൂ ഫീ ആലാഇല്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച് ചിന്തിക്കണം. വലാ തഫക്കറൂ ഫില്ലാ ഫതഹ്ലികൂ, അല്ലാഹ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം നിങ്ങളുടെ മസ്തിഷ്കങ്ങൾ പദാർത്ഥങ്ങളിൽ മാത്രം പരിമിതമാകുന്നതാണ്. അള്ളാഹു പദാർത്ഥ അതീതനാണ്. കണ്ണുകൾ എന്ത് ചെയ്യില്ല, അവനെ പ്രാപിക്കയില്ല. അതുകൊണ്ട് മസ്തിഷ്കം കൊണ്ട് അല്ലാഹ് എങ്ങനെയാണ് ഇരിക്കുന്നത്, അള്ളാഹിന്റെ കൈഫിയത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ഇത്രയും ബൃഹത്തായ ഭൂമി, താരനിബിഡമായ നീലാകാശം, തിരതല്ലുന്ന സമുദ്രം, ഇതിനെയൊക്കെ സൃഷ്ടിച്ച അള്ളാഹു എത്രയോ മഹോന്നതനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ മഹത്വവും അവന്റെ ഏകത്വവും സ്ഥാപിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر أفلا ينظرون إلى الإبل كيف خلقت. അവര് ഒട്ടകത്തെ നോക്കുന്നില്ല എപ്രകാരമാണ് അതിനെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പാണ് ഒട്ടകത്തിൽ അള്ളാഹു ക്രമീകരിച്ചിരിക്കുന്നത്. ധാരാളം അത്ഭുതകരമായ പ്രതിഭാസങ്ങൾ ഒട്ടകത്തിൽ കാണാൻ കഴിയും. ആകാശത്തെ എപ്രകാരമാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്നും അവര് ചിന്തയോടുകൂടി നോക്കുന്നില്ലേ. പർവ്വതങ്ങളെ എപ്രകാരമാണ് നാട്ടപ്പെട്ടിരിക്കുന്നത് എന്നും അവർ ചിന്തിക്കുന്നില്ലേ. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിച്ച് നാം ഓരോരുത്തരും അള്ളാഹുവിലേക്ക് ഹൃദയം കൊണ്ട് എത്തിച്ചേരണം. സർവശക്തനായ അള്ളാഹു തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.